മുത്തശ്ശി, ഈ ഗാന്ധർവം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ കുട്ടിയത്? ഗാന്ധർവം എന്താ അർത്ഥം? ഗാന്ധർവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ശകുന്തളയും ദുഷ്യന്തനും കൂടി എന്താ നടന്നത്? ഗാന്ധർവ വിവാഹം. പെണ്ണും ചെറുക്കനും മാത്രം അറിഞ്ഞുള്ള കല്യാണം. അതാത്. അപ്പോഴേ ഗന്ധർവൻ എന്ന് പറഞ്ഞാലോ? ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗന്ധർവന്മാരുടെ കല്യാണം ഇങ്ങനെയാണെന്നാ പറയുന്നേ. പെണ്ണും ഗന്ധർവനും മാത്രമേ അറിയൂ. അതീന്നാ ഈ വാക്ക് വന്നത്. ആരാ മുത്തശ്ശി ഈ ഗന്ധർവന്മാര്? അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ. ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ. അവര് പിന്നെന്തിനാ ഭൂമി വരുന്നത്? ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലും ഒക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും. ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണീ പെടും. അപ്പൊ അങ്ങേര് പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാൻ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടവിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടൂ. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധം വയ്ക്കും. എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും. അപ്പൊ ആ പെണ്ണുങ്ങള്? എന്റെ മോളെ, ഗന്ധർവം കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ. വേറെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല. അങ്ങനെ അങ്ങ് നിന്ന് മുരടിക്കും. അത് തന്നെ. മുത്തശ്ശി ഒരു ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. മുത്തശ്ശിക്ക് ഇങ്ങനെ വല്ലതും? പൊയ്ക്കവിടെ. നിനക്കൊക്കെ ഇപ്പൊ അമ്മോടും മുത്തശ്ശിയോടൊക്കെ എന്തും പറയാന്നായിരിക്കണു അല്ലേ? ഹേയ്, എന്റെ മുത്തശ്ശിയുടെ അടുത്തല്ലാതെ ഞാനിതൊക്കെ ആരോടാ പറയാ? ദിവ്യഗന്ധം അറിയുന്നവൻ ഗന്ധർവൻ, അങ്ങനെ അതിന്റെ നിർവചനം. ഇവര് ദേവേന്ദ്രന്റെ സദസ്സിലെ പാട്ടുകാരാ? ഗന്ധർവന്മാര് ശരിക്ക് ദേവലോകത്ത് മാത്രമല്ലെന്നാ പറയുന്നത്. പക്ഷേ ഇന്ദ്രന്റെ സദസ്സിലെ കക്ഷികൾക്ക് മാത്രമേ ശാപവും ഭൂമിയിൽ വരലും ഒക്കെയുള്ളൂ. മിക്ക പുരാണങ്ങളിലുമുണ്ട് ഇവരെ പറ്റി. മൊത്തം 6333 ഗന്ധർവന്മാരുണ്ടെന്നാ അഥർവ വേദത്തിൽ പറയുന്നത്. അതെങ്ങനാ അത്? കൂടുകയില്ല, കുറയേയില്ല? ഇല്ല, അവർക്ക് മരണമില്ല, കുട്ടികളും ഉണ്ടാവില്ല. എന്നിട്ട് പല ഗ്രന്ഥങ്ങളില് പല തരത്തിലാണ് ഇവരെ പറ്റി പറയുന്നത്. പൊതുവായിട്ട് പറയുന്ന 2 സംഗതികള്: സുന്ദരികളിൽ താല്പര്യമുള്ളവരാണ്, പിന്നെ ഈശ്വരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ സോമം ഉണ്ടാക്കുന്നവരാണ്. സോമരസം എന്ന് പറഞ്ഞാൽ മദ്യം. അപ്പോ കള്ളവാറ്റും പെണ്ണുപിടിയും കൊള്ളാമല്ലോ കക്ഷികള്.